ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസാണ്. അതിനായി ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മാഗി ക്യൂബ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1, സ്പ്രിംഗ് ഒനിയൻ. പിന്നെ നമുക്ക് വേണ്ടത് സോസുകളാണ്. ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്. കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ചിക്കൻ, 2 മുട്ട ഉപ്പും കുരുമുളകും ഇട്ട് അടിച്ചു വെച്ചത്, ഒരു പകുതി സവാള, 80% വേവിച്ച് വെച്ച ബസുമതി റൈസ്, സൺഫ്ലവർ ഓയിൽ ആൻഡ് ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പോട്ട് അടുപ്പിൽ വെക്കാം. ഇത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോട്ടാണ്. എന്നിട്ടത് ഗ്യാസ് ഓൺ ചെയ്യാം. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി മെൽറ്റായി വരട്ടെ. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് വഴറ്റുക. അടുത്തതായി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറിലുള്ള ക്യാപ്സിക്കവും ഗ്രീൻ കളർ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി മാഗി ക്യൂബ് കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
മുട്ടയുടെ മിക്സ് ഒഴിക്കാനായി നമുക്കിതുപോലെ നടുഭാഗം ഫ്രീ ആക്കി കൊടുക്കാം. കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വെച്ച മുട്ടയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ വിടാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുട്ട വെന്തതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് എരിവിന് ആവശ്യമായ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അവസാനമായി സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.